അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമാധാന ചർച്ചകൾക്ക് പുതിയ നിർവചനം നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനുമായുള്ള രണ്ടാഴ്ച ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ട്രംപിന്റെ അപ്രതീക്ഷിതവും എന്നാൽ കർശനവുമായ നിർദ്ദേശം പുറത്തുവന്നത്. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോകേണ്ടതില്ലെന്നും ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ഇറാൻ പ്രതിനിധികൾ ഇങ്ങോട്ട് വന്ന് സമീപിക്കട്ടെ എന്നുമാണ് ട്രംപിന്റെ നിലപാട്. അനാവശ്യമായ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ഇറാനിലെ നിലവിലത്തെ നേതൃത്വത്തിൽ ആർക്കാണ് യഥാർത്ഥ അധികാരമെന്ന് അവർക്ക് പോലും കൃത്യമായ ധാരണയില്ലെന്നും ട്രംപ് പരിഹസിച്ചതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. നാവിക ഉപരോധവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം വലയുന്ന ഇറാൻ തങ്ങളുടെ സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി കൈമാറാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ മധ്യസ്ഥതയ്ക്ക് നിൽക്കാതെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് അമേരിക്കൻ മണ്ണിലേക്ക് ഇറാനെ ക്ഷണിക്കുക വഴി ട്രംപ് തന്റെ മേധാവിത്വം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സമാധാനത്തിനായുള്ള പന്ത് ഇപ്പോൾ ഇറാന്റെ കോർട്ടിലാണെന്നും അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ലോകം ഉറ്റുനോക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഇതിനായി അമേരിക്കൻ പ്രതിനിധികളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നീക്കത്തെ പാടെ തള്ളിക്കളഞ്ഞ നിലപാടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. നയതന്ത്ര ചർച്ചകളുടെ പേരിൽ ഉദ്യോഗസ്ഥർ വിദേശ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന അനാവശ്യ യാത്രകൾ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ പ്രധാന നിലപാട്. അനാവശ്യ യാത്രകൾ ഒരുപാടായെന്നും അമേരിക്കയുടെ സമയം ഇത്തരം യാത്രകൾക്കായി പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ അധികാര തർക്കങ്ങളെ ട്രംപ് രൂക്ഷമായി പരിഹസിച്ചു. ഇറാൻ നേതൃത്വത്തിൽ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലെന്നാണ് ട്രംപിന്റെ പക്ഷം. ഇത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്ത് പോയി ചർച്ച നടത്തുന്നത് നിരർത്ഥകമാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. ട്രംപിന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരിഫ് കുഷ്ണറും അടങ്ങുന്ന സംഘമായിരുന്നു സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പോകാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഈ യാത്ര അടിയന്തരമായി റദ്ദാക്കി. ഇത് പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി. ചർച്ചകൾക്ക് വേണമെങ്കിൽ അത് അമേരിക്ക നിശ്ചയിക്കുന്ന നിബന്ധനകൾക്കും സ്ഥലത്തിനും അനുസരിച്ചായിരിക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഒരു മൂന്നാം കക്ഷിയുടെ സഹായം ഇല്ലാതെ തന്നെ ഇറാനെ നേരിടാൻ അമേരിക്കയ്ക്ക് കരുത്തുണ്ടെന്ന സന്ദേശം നൽകാനും ട്രംപ് ഇതിലൂടെ ശ്രമിക്കുന്നു. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നു. ഇത് മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിന് പകരം സങ്കീർണത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പൂർണ്ണമായും നീക്കാതെ നേരിട്ടുള്ള ചർച്ചകൾക്കില്ലെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. അമേരിക്കൻ ഉപരോധം മൂലം രാജ്യത്തെ ഊർജ്ജ സാമ്പത്തിക മേഖലകളിൽ തകർച്ചയിലാണെങ്കിലും നയതന്ത്ര സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ കൂടി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കാൻ നിയമം പാസാക്കുകയും ചെയ്തു. ഇത് ആഗോള എണ്ണ വിപണിയെയും വ്യാപാരത്തെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ നീക്കങ്ങൾക്ക് മറുപടിയായി 2003 ശേഷം ആദ്യമായി 3 കൂറ്റൻ പടക്കപ്പലുകളെയും ആയിരക്കണക്കിന് സൈനികരെയുമാണ് അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള ഈ ഉപരോധം സൈനിക മേധാവിത്വത്തിന്റെ കൂടി അടയാളമാണ്. തങ്ങളുടെ ആണവ പദ്ധതികളിൽ വ്യക്തമായ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും അമേരിക്ക അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. സമാധാന നിർദ്ദേശങ്ങളിൽ കൃത്യമായ ഉറപ്പ് ലഭിക്കുന്നതുവരെ വെടിനിർത്തൽ നീട്ടാനാണ് അമേരിക്കയുടെ തീരുമാനം. സമവായത്തിൽ എത്തിയില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും വാഷിംഗ്ടൺ നൽകുന്നുണ്ട്. സമാധാന ചർച്ചകൾക്കായി നിശ്ചയിച്ചിരുന്ന പാകിസ്ഥാൻ യാത്ര ട്രംപ് റദ്ദാക്കിയതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമാധാന നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെയാണ് അമേരിക്ക വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിലും മേഖലയിൽ അമേരിക്ക വൻതോതിൽ സൈനിക സന്നാഹം കൂട്ടുകയാണ്. നിരവധി ടാങ്കർ വിമാനങ്ങൾ ഇസ്രയേലിൽ വിന്യസിച്ചതും പടക്കപ്പലുകളുടെ സാന്നിധ്യവും ഒരു വലിയ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ എന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. സമവായം ഉണ്ടായില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ സംവിധാനങ്ങൾക്കുമേൽ ആക്രമണം കടുപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഉപരോധം മൂലം ഇതിനകം തന്നെ തകർന്ന് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് പൂർണ്ണമായും തകർക്കും. ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി പടരാതിരിക്കാൻ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കാൻ പ്രസിഡന്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ചർച്ചകൾ വഴിമുട്ടിയതോടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഒമാനിലേക്കും പിന്നീട് റഷ്യയിലേക്കും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യയുടെയും ഒമാന്റെയും ഇടപെടലിലൂടെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാന്റെ നീക്കം. ഇതിനിടെ പാക് പ്രസിഡന്റ് ചൈനയിലേക്ക് യാത്ര തിരിച്ചതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ നയതന്ത്ര സംഘം പാകിസ്ഥാനിലേക്ക് എത്തില്ലെന്ന് ഉറപ്പായതോടെ സമാധാനത്തിനായി അമേരിക്കൻ മണ്ണിലേക്ക് ഇറാൻ പ്രതിനിധികൾ പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ട്രംപിന്റെ നേരിട്ടുള്ള ചർച്ച എന്ന തന്ത്രത്തിൽ ഇറാൻ വഴങ്ങുമോ അതോ മേഖല മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് വരും മണിക്കൂറുകൾ തീരുമാനിക്കും.